ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ സ്വർണ്ണവിലയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നല്ലോ. സ്വർണത്തിന്റെ വില വർധനവിനെ കുറിച്ച്, അതിന്റെ ഇനി ഉണ്ടാകാൻ പോകുന്ന ചാഞ്ചാട്ടങ്ങളെ കുറിച്ചൊക്കെ. ഇപ്പോൾ വേൾഡ് മാർക്കറ്റിലും കേരള മാർക്കറ്റിലും ഒക്കെ സ്വർണ്ണവില ഇന്നലെ 840 രൂപ പവനുമേൽ വർദ്ധിച്ചു. ഇന്ന് 360 രൂപ വർദ്ധിച്ചു. ഇന്ന് ഇപ്പോൾ വിനിമയം നടക്കുന്നത് 72,520 രൂപയാണ്. ഇത് കുറഞ്ഞു വന്ന ഇതാണ് ഈ സ്വർണത്തിന്റെ റേറ്റ്. ഇപ്പോഴാണ് അത് കൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സ്വർണ്ണവിലയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും നിരീക്ഷിക്കുന്ന ഒന്നാണ് ഈ മഞ്ഞളാണ്. സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ചും അത് എത്ര കണ്ട് ഉയരും എന്നതിനെ സംബന്ധിച്ചും ഒക്കെ. കാരണം 1 ഗ്രാം സ്വർണമെങ്കിലും ഇല്ലാത്തവർ ഇന്ന് ഈ ലോകത്ത് കുറവായിരിക്കും എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. 1 ഗ്രാമെങ്കിലും ഒരു കൈവശമില്ലാത്ത കുടുംബങ്ങൾ കുറവായിരിക്കും എന്ന് തന്നെയാണ്. ഈ മഞ്ഞലോഹത്തെ സംബന്ധിച്ച് ഇത് ആഗോള വിപണി മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് സ്വർണം. സ്വർണത്തിന്റെ വില കൂടുന്നതിന് ഇതിനു മുൻപ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രധാന കാരണം അമേരിക്കൻ ഡോളർ, US ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞത് തന്നെയാണ്. സ്വർണവില ഉയരാൻ പ്രധാന കാരണമായി ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. ഇപ്പോൾ ഡോളറിന്റെ മൂല്യം ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 96 രൂപയാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. $1 96 രൂപ നമുക്ക് ലഭിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഡോളർ മൂല്യം ഇത്രയും ഇടിയുന്നത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഡോളർ മൂല്യം താഴുമ്പോൾ മറ്റു കറൻസികൾ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കും. ഇതോടെ സ്വർണ്ണവില ഉയരുകയും ചെയ്യും. പിന്നെ ആവശ്യക്കാർ ഏറുമ്പോൾ ഏത് സാധനത്തിനും അത് സ്വർണം എന്നില്ല, ഏതാണെങ്കിലും അതിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു, വില ഉയരുന്നു എന്നത് ഒരു സ്വാഭാവിക ഘടകം കൂടി അതിലുണ്ട്. തീർച്ചയായും ഇപ്പോഴത്തെ സ്വർണ്ണവില വർധനവിന്റെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന പരിഷ്കാരങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ്. US പ്രസിഡന്റിന്റെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോൾ US-നുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരക്ക് കൈമാറ്റത്തെ സംബന്ധിച്ചും അതിന്റെ നികുതിയെ സംബന്ധിച്ചും അതിന്റെ ടാക്സ്, അതിന്റെ വീണ്ടും ടാക്സ്, അധിക നികുതി, ചുങ്കം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് US ഡോളറിന്റെ മൂല്യം ഇടിയുവാനുള്ള ഒരു പ്രധാന ഘടകം. ഏകദേശം 80-85 ഉള്ളിൽ നിന്നിരുന്ന US ഡോളർ ഇപ്പോൾ 96 രൂപ ഒരു US ഡോളറിന് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 96 രൂപ ഒരു US ഡോളറിന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണവില ഉയരുവാനുണ്ടായ കാരണം. ഇതിന് പരിഹാരമായി US-ലെ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് ഇതിന് പരിഹാരം. അവരുടെ US ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചാൽ സ്വർണ്ണവില കുറയും എന്ന് തന്നെയാണ് ഈ ആഗോള നിരീക്ഷകരൊക്കെ ഇതേ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. തീർച്ചയായും US ഡോളറിന് ഏകദേശം 80-85 രൂപയിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 80-85 രൂപയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർണ്ണവില താഴോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ US പ്രസിഡന്റ് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളൊക്കെയും അവരുടെ ഡോളറിന്റെ മൂല്യം ഇടിയുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ ചുങ്കം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ പ്രസ്താവനകളൊക്കെ വരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്കും ചൈനക്കും ചുങ്കം 500% എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് ഒരു വിപരീത ഫലവും അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വിപരീത ഫലത്തിന്റെ ഫലമായി ഡോളറിന്റെ മൂല്യം കുറയുന്നു. ഡോളറിന്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് സ്വർണ്ണവില ഉയരുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സ്വർണ്ണവിലയുടെ
ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഡോളർ മൂല്യം ഇടിയുന്നത് തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ പറയുന്നത്. തീർച്ചയായും ഡോളർ മൂല്യം പിടിച്ചു നിർത്തുവാൻ US കഴിഞ്ഞാൽ സ്വർണ്ണവിലയിലും ചെറിയ ഇടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഈ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവരുടെ സെൻട്രൽ ബാങ്കിനൊന്നും അത് നിയന്ത്രിക്കുവാനും സാധ്യമല്ല. കാരണം ഓരോ പരിഷ്കാരങ്ങൾ വരുമ്പോഴും അവരുടെ പൈസയുടെ മൂല്യം ഇടിയുകയാണ്. പ്രമുഖ വ്യവസായി ഇലോൺ മസ്കുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ വിപണിയെ ബാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. പിന്നെ അധിക ചുങ്കം ചുമത്തുന്നു എന്ന ഈ വാർത്തകൾ വരുന്നതും വിപണിയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതൊക്കെ വിപണിയെ ബാധിക്കുമ്പോൾ US ഡോളറിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് അവരുടെ പലിശ നിരക്ക് കുറക്കുവാനും ഒക്കെ ഇടയാക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഡോളർ മൂല്യം കുറയുന്നു. ഡോളർ മറ്റുള്ള കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോളർ മൂല്യം കുറയുന്നു. ഡോളർ മൂല്യം കുറയുമ്പോൾ അത് സ്വർണത്തിന്റെ വിലയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില വർധനവിന് ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ പ്രധാന ഘടകം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.